സുഹൃത്തുക്കളെ, കൊറ്റക്കുളങ്ങര ചമയവിളക്ക് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഒരു ക്ഷേത്രത്തിലെ, ഒരു ദുർഗാ ക്ഷേത്രത്തില് പുരുഷന്മാര്, പല ദേശത്ത് നിന്ന് വരുന്ന ആളുകൾ ഈ സ്ത്രീകളെ വേഷം കിട്ടിയിട്ട് അവിടെ നിന്ന്, അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹം എന്താണ്, ഗുണം എന്താണ്, എന്നതിന് പുറകിലെ ഐതിഹ്യം, ഇതിനെ പറ്റിയിട്ട് ഒരു പിടുത്തം എനിക്കില്ല കേട്ടോ. ആരെങ്കിലും അറിയുമെങ്കിൽ ഇതിനകത്തുനിന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കണേ. കാരണം ഞാൻ അത് അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു എക്സാക്റ്റുള്ള സാധനം ഒന്നും എവിടെയും കണ്ടില്ല. അപ്പൊ ആരെങ്കിലും അതിനെപ്പറ്റി ആ ഒരു സ്ഥലത്താണെങ്കിലും യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് എഴുതി തരണം. ഞാനിപ്പോ പറഞ്ഞു വെക്കുന്ന സംഗതി ഒന്നും കേട്ടോ. ജാസി എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ട്രാൻസ്ജെൻഡർ ആണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ഓപ്പറേഷൻസും മറ്റുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ അത് ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ജാസിയും അവരുടെ ഭർത്താവും ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഇസ്ലാം മത വിശ്വാസികളാണ് രണ്ടുപേരും. അവര് ഈ ഒരു കൊറ്റക്കുളങ്ങര ദൈവക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഇവര് വന്നത് തന്നെ, ജാസി എന്ന് പറയുന്ന ഇവർ വന്നത് തന്നെ ഒരു സ്ത്രീവേഷം പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ട്. അവർ ഇസ്ലാം മത വിശ്വാസികളായതുകൊണ്ടായിരിക്കാം അമ്പലത്തിൽ വെച്ച് ചില ആളുകൾ തടയുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസത്തിന് ഇത് വലിയ പ്രശ്നമാണ്, നിങ്ങൾ ആണല്ലോ, നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ അല്ലേ, ഇങ്ങനെയുള്ള ആളുകൾ ഇവിടേക്ക് വരാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെ തടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കേരളത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു ദൃശ്യം കാണുമ്പോൾ അല്പം ഭയം തോന്നിപ്പോയി. കാരണം അതിന് ഉത്തരം പറയുമ്പോഴെല്ലാം ആ ജാസി എന്ന് പറയുന്ന ആളുടെ മുഖത്ത് നല്ല ഭയമുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് ആണുങ്ങള് വന്ന് ചോദ്യം ചെയ്യാണ്. അപ്പോ നിങ്ങൾ വിളക്കവിടെ, നിങ്ങൾ ഒരുങ്ങി വന്നതാണോ, ഇവിടെ ഇതിങ്ങനെ അമ്പലത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് വന്നാണോ എന്ന് പറയുമ്പോൾ ഈ പാവം അവരാകെ ഭയന്നു പോയി. അവരത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ അവർ വേറെ ആരൊപ്പം വന്നാണ് അത്ര, വേറെ ഒരു പുരുഷൻ അവിടെ സ്ത്രീവേഷം കെട്ടാൻ വന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ല, പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആചാര സംരക്ഷകർ അതിഭീകരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ആചാര സംരക്ഷകർ അവിടെ വന്നിട്ട് ഇവരുടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് കണ്ടോക്കണേ. വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ വിളക്കെടുക്കാൻ ആളാ. ഞാൻ വിളക്കെടുക്കാൻ ആള് റോഡ് ഞാൻ പക്കത്തിൽ തൊഴാൻ ഇപ്പൊ പോയതാണ്. ഈ എന്നെ ചൊല്ലൊരു 5 മുമ്പ് ആള് പോയത്. നിങ്ങളെ വീഡിയോസ് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. അല്ല, ഇവരെടുത്തിട്ടില്ല. ട്രീറ്റ്മെന്റിന് ഇരിക്കുന്ന ലേഡിയാണ്. പറ്റില്ല, ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ അവിടെ ഏതൊരുത്തും പറയുന്നുണ്ട് ഞങ്ങളെ നാടിന് വളരെ ദോഷമാണ് ഇതെന്ന്. എന്റെ ഈശോയെ, നമ്മൾ ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴാണ് ഈ മതവിശ്വാസം പറഞ്ഞ സംഗതിയുടെ ഒക്കെ ഒന്നും ഒപ്പം പോവാത്തതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്. കാരണം ഇമ്മാതിരി മൊയന്ത് വർത്താനങ്ങളൊന്നും എൻ്റെ വായിന്ന് വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അല്പം ലോജിക്കുള്ള ആളുകളൊന്നും ഫോളോ ചെയ്യില്ല ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളൊക്കെ. ലോകത്ത് ആരും ഒരല്പം ലോജിക്ക് ഒരല്പം ഊളമുള്ള ആളുകൾ ആരും ഫോളോ ചെയ്യാത്ത സംഗതിയാണ് ഈ മതവിശ്വാസം എന്നുള്ള സംഗതികളൊക്കെ. അതൊക്കെ തലയിൽ നിന്ന് കയറ്റി ഇതെന്തൊരു ഭയങ്കര സംഭവമാണ്, ഞങ്ങളാണ് ഈ എന്താ പറയുക ദൈവങ്ങളൊക്കെ സംരക്ഷിക്കുന്നത്, ഞങ്ങൾ ഇത്തരം ആളുകളൊക്കെ, ഇനിയിപ്പോൾ ഒരു മുസ്ലിം മതം ആയിക്കോട്ടെ, വേറെ ഇതിലുള്ള ആളായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, പെണ്ണായി മാറിയ ആളായിക്കോട്ടെ,
ഇനി പെണ്ണ് തന്നെ പെൺവേഷം വേറെ ഇതിലൊന്ന് കെട്ടിയിട്ട് വന്ന ആളായിക്കട്ടെ, അവരൊക്കെ ഇങ്ങനെ വിളക്കെടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഞങ്ങളുടെ നാടിന് ഭയങ്കര ദോഷം സംഭവിക്കും. ഈ പണ്ടത്തെ കഥകളൊക്കെ പറയുന്നവർ ഞങ്ങളുടെ നാടാണ് നശിച്ചു പോയി, പ്രളയം വരും, പേമാരി വരും. ഇതൊക്കെ ഇപ്പോഴും ഈ 2025 ഈ കാലഘട്ടത്തിലും ഇത്തരത്തില് ചില കെട്ടുകഥകളിലും മറ്റൊക്കെ അഭിരമിച്ച് ഇതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ വിചാരിച്ചിട്ട് നാടിന് ദോഷം വരുന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയാം. അത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, തലച്ചോറ് പണയം വെച്ചുള്ള പരിപാടികളാണ്. ഇതെന്തൊരു ആചാരത്തിന് സൗന്ദര്യത്തിന് ഭാഗമായിട്ട് ചില ആൾക്കാർ ചെയ്യുന്നതാണ്. ഇത്ര വിവരം ഉണ്ടായിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലൊക്കെ എപ്പോഴും പോകുന്നൊക്കെ പറയുമ്പോൾ സത്യം പറയാലോ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ തലച്ചോറൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് പണം വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നി പോകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ബൈ.